നമസ്കാരം, മിസ്റ്റേക്ക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് LG ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, അതിൻ്റെ ഉപയോഗ രീതിയാണ്. LG ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമ്മളിതിന് മുമ്പും കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് പഴയ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന മോഡലുകളാണ് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തിരിക്കുന്നത്. പുതിയ മോഡലിൽ തന്നെ ഏറ്റവും ബേസ് മോഡൽ, അത്യാവശ്യം സെയിലാവുന്നൊരു മോഡലാണ്. അതുകൊണ്ടാണ് ഈ മോഡൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരി, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡലാണ് നമ്മളിന്ന് ഡെമോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, അതിൽ 5 ബട്ടനാണ് വരുന്നത്. അപ്പോൾ ഓരോ ബട്ടനും എന്തിനു വേണ്ടിയുള്ളതെന്നും അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളതൊക്കെ ഓരോന്നോരോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് പോകാം. അതിന് മുമ്പായിട്ട് മെഷീനകത്ത് തുണി, സോപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഭാഗം നോക്കാം. ഡോർ മേലോട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം ഈ ഡ്രമ്മിനകത്തോടെ നമ്മൾ തുണി ഇട്ട് കൊടുക്കുന്നത്. തുണി ഇടുമ്പോൾ ഓരോന്നോരോന്നായി കുടഞ്ഞിട്ട് കൊടുക്കുക. കോയിന്, സേഫ്റ്റി പിന്നെ അതൊക്കെ മാറ്റിയ ശേഷം മാത്രം തുണി ഇട്ട് കൊടുക്കുക. ഇനി സോപ്പ് പൗഡർ ഇടുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു ട്രേ ഉണ്ട്, ഫ്രണ്ടോട്ട് വലിച്ച് ഓപ്പൺ ആയി വരും. അതിനകത്താണ് നമ്മൾ സോപ്പ് പൊടി, ഇനി ലിക്വിഡ് ഡിറ്റർജൻറ്റ് എല്ലാം അതിനകത്ത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണം നേരിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നേരിട്ട് ഇടുന്ന സമയത്ത് അത് തുണിയുടെ മടക്കിലൊക്കെ പിടിച്ചിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ട്രേനകത്തോട്ട് ഇട്ട് കൊടുക്കുക. സോപ്പ് പൊടി ഇട്ട ശേഷം ആ ട്രേ അടച്ച് വെക്കുക. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ, മറ്റേ കംഫർട്ടൊക്കെ പോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പോർഷനാണ് ഒഴിക്കേണ്ടത്. അത് എല്ലാവർക്കുള്ള സംശയമാണോ, ആദ്യമേ ഒഴിച്ചു വെക്കാം. റിൻസിൻ്റെ സമയത്ത് മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി ഡോറ് ക്ലോസ് ചെയ്യാം. നമ്മൾ ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് പവർ ഓൺ ചെയ്യുന്നത്. അതിന് വേണ്ടി ഈ പവർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷാണ് ആവശ്യമുള്ളതെങ്കിൽ ഈ താഴെ കാണുന്ന കീസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നേരെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റാർട്ട് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേയിലോട്ട് നോക്കിയാൽ കാണാം, ഡിസ്പ്ലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ സമയത്ത് തുണിയുടെ വെയിറ്റ് മെഷീൻ സെൻസ് ചെയ്യാണ്. തുണിയുടെ വെയിറ്റ് സെൻസ് ചെയ്തിട്ട് മെഷീൻ തന്നെ വെള്ളത്തിൻ്റെ അളവ്, സമയം എല്ലാം സെറ്റ് ചെയ്തോളും. നമ്മളൊന്നും മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഡ്രമ്മിലോട്ട് നോക്കിയാൽ കാണാം, ആ ഡ്രമ്മ് ചെറുതായിട്ട് കറങ്ങുന്നുണ്ടാവും. വെള്ളമൊന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല, മെഷീന് ആ വെയിറ്റ് സെൻസ് ചെയ്യുന്നുള്ളൂ. ഇത് ഇപ്പോൾ കറങ്ങുന്നതെന്ന് വെച്ചാൽ തുണിയുടെ വെയിറ്റ് സെൻസ് ചെയ്യുന്നതാണ്. അങ്ങനെ വെയിറ്റ് സെൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഡിസ്പ്ലേയിലോട്ട് ടൈം കാണിക്കും. നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ മൂവാകുന്ന ഇത് സ്റ്റോപ്പായിട്ട് അവിടെ എത്ര സമയം, ഇപ്പോൾ 37 മിനിറ്റാണ് കാണിച്ചത്. അത് തുണിയുടെ അളവനുസരിച്ചിട്ട് ആ ടൈമിൽ വ്യത്യാസം വരും. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ വാഷ് എന്നുള്ള ലൈറ്റാണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ അലക്കാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റിൻസിലോട്ട് ഉരുപ്പേരിനകത്തോട്ട് പോകും. അത് കഴിഞ്ഞ് ഉണക്കലിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. അതായത് മെഷീൻ തന്നെ അലക്കി ഉരുപ്പിഴിഞ്ഞ് ഉണക്കി എല്ലാം കഴിഞ്ഞ് മെഷീൻ സ്റ്റോപ്പ് ആയിക്കോളും. നമ്മളവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിസ്പ്ലേയിൽ നോക്കിയാൽ അത് ടൈം കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. അങ്ങനെ 0 എത്തി കഴിയുമ്പോൾ ഇതുപോലെ മെഷീൻ ഓഫാവും. അപ്പോൾ നമ്മൾ വന്ന് ഡോറ് തുറന്ന് തുണി എടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളത്തിൻ്റെ ടാപ്പ് എല്ലാ സമയവും ഓൺ ആയിരിക്കണം. മെഷീൻ ഇടയ്ക്കൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഫുൾ ടൈം ടാപ്പ് ഓണാക്കി തന്നെ കിടക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ഓപ്ഷനാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് മാനുവലി ചേഞ്ചസ് ഒക്കെ വരുത്താൻ കഴിയും. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് പവർ ഓൺ ചെയ്ത് ഡയറക്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ പവർ ഓൺ ചെയ്ത ശേഷം നമുക്ക് മാനുവലി എന്ത് ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് അത് വരുത്തിയ ശേഷം മാത്രമേ സ്റ്റാർട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഇവിടെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ കാണാം, അവിടെ 3 കീസ് ഉണ്ട്: പ്രോഗ്രാം, പ്രോസസ്സ്, വാട്ടർ ലെവല്. ഇനി നമുക്ക് അത് ഓരോന്നും എന്തിനുള്ളതെന്ന് നോക്കാം. ആദ്യമേ പ്രോഗ്രാം എന്നുള്ള ഓപ്ഷൻ അവിടെ ഒരു 8 പ്രോഗ്രാംസ് എഴുതിയ കാണാം. അതിൻ്റെ താഴെ ഒരു പ്രോഗ്രാം എന്നുള്ള ബട്ടണും കാണാം. നമ്മൾ ഈ പ്രോഗ്രാം എന്നുള്ള ബട്ടണിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേക്കകത്ത് 1 എന്നുള്ള നമ്പർ കാണിക്കും. അത് 1ാമത്തെ പ്രോഗ്രാം മേളിൽ എഴുതി കാണാം. 1ാമത് നോർമൽ എന്നുള്ള ഓപ്ഷനാണ്. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡെയിലി യൂസാണ്. അതായത് നമുക്ക് മിക്സഡ് ആയിട്ട് എല്ലാ തുണികളും ഇടാൻ കഴിയും. ടീഷർട്ട്, ഷർട്ട്, ഷീറ്റുകൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും മിക്സഡ് ആയിട്ട് അതിനകത്ത് ഇടാം. അതിനകത്ത് ഇടാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ മെഷീനകത്ത് എത്രയാണോ ടോട്ടൽ വെയിറ്റ് ഇടാൻ പറ്റുന്ന ടോട്ടൽ വെയിറ്റ് അത് മുഴുവനായിട്ട് നമുക്ക് ഈ ഓപ്ഷനകത്ത് ഇടാൻ പറ്റും. മാത്രമല്ല ഇത് നമ്മൾ ഫുൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻ പറഞ്ഞ പോലെ തന്നെ മെഷീൻ സെൻസ് ചെയ്തിട്ടാണ് ടൈമും വാട്ടർ ലെവലൊക്കെ സെറ്റ് ചെയ്യുന്നതും. ഇനി നമുക്ക് പ്രോഗ്രാം എന്നുള്ള ബട്ടൺ തന്നെ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുത്താൽ അത് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ആവും. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയാൽ കാണാം ഇവിടെ
ജെന്റിൽ അല്ലെങ്കിൽ വൂൾ എന്നുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ നമുക്ക് തരുന്നത് പിന്നെ കമ്പിളി ഡ്രസ്സുകൾ, സാരികൾ, ലിങ്കറീസ് അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള തുണികൾ, പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉള്ള തുണികൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെഷീനകത്ത് ഇടാൻ പറ്റുന്ന തുണിയുടെ അളവ് എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ടോട്ടൽ വെയിറ്റിൻ്റെ പകുതി, നമുക്ക് സാധാരണ എത്രയാണോ ഇടാൻ പറ്റുന്നത് അതിൻ്റെ പകുതി താഴെ ഇടാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് കമ്പിളി വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ. അതുപോലെ വാട്ടർ ലെവൽ ഓട്ടോമാറ്റിക് സെറ്റ് ആകും. നമുക്കതുപോലെ മാനുവലി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു മീഡിയത്തിൻ്റെ മുകളിൽ വാട്ടർ ലെവൽ എന്തായാലും കൊടുക്കണം. ഈ ഓപ്ഷനകത്ത് വാട്ടർ ലെവൽ കുറച്ചിടാൻ പാടില്ല. അതുപോലെ ഇത് ജെന്റിൽ വാഷ് ആയതുകൊണ്ട് തന്നെ സ്പിന്നിൻ്റെ സൈക്കിള് കുറവായിരിക്കും. അതായത് തുണികൾ ഇങ്ങനെ കെട്ടുപണിയാതെയും ചുരിയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പിൻ സൈക്കിൾ കുറച്ചാണ് സ്പിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫങ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തുണിയിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ഓപ്ഷൻ ജെന്റിൽ എന്നുള്ള ഓപ്ഷനാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ അതായത് ക്വിക്ക് വാഷ് എന്നുള്ളതാണ്. ഈ ക്വിക്ക് വാഷ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം എന്നുള്ള ബട്ടൺ 3 പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി. അപ്പം 3 എന്നുള്ള നമ്പർ വന്നു. അപ്പോൾ മൂന്നാമത്തെ ഈ ഓപ്ഷൻ ക്വിക്ക് വാഷ് സെലക്റ്റായി. ഈ ക്വിക്ക് വാഷ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് തുണികൾ പെട്ടെന്ന് അലക്കിയെടുക്കാനുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് നമ്മൾ മെഷീൻ്റെ വെയിറ്റ് ഇപ്പോൾ ഒരു 6 കിലോ വേണമെങ്കിൽ 6 കിലോ തുണിയൊന്നും ഇടാൻ പറ്റില്ല. അതിൻ്റെ ഒരു 1/3 അല്ലെങ്കിൽ 1/4 ഭാഗം, ഒരു 1.5 കിലോ അല്ലെങ്കിൽ 2 കിലോ അത്രേ ഇടാൻ പറ്റുള്ളൂ. അതും അധികം അഴുക്കുള്ള തുണികളൊന്നും ഈ ഓപ്ഷനകത്തിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഫംഗ്ഷനൊക്കെ ഇട്ട് വന്ന ഒരു ഡ്രസ്സുകളൊന്ന് പെട്ടെന്ന് അലക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഈ ക്വിക്ക് വാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ക്വിക്ക് വാഷും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നാലാമത്തെ പ്രോഗ്രാമിൻ്റെ പേര് പറയുന്നത് സ്ട്രോങ് അല്ലെങ്കിൽ ജീൻസ് എന്നാണ്. ഇത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 4 പ്രാവശ്യം പ്രോഗ്രാമിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ 4 എഴുതി കാണിച്ചു. ഇപ്പോൾ 4ാമത്തെ പ്രോഗ്രാം സെലക്ട് ആയിട്ടുണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കട്ടി കൂടിയ തുണികൾ, ജീൻസ് അങ്ങനെയുള്ള കട്ടി കൂടിയ തുണികളൊക്കെ അലക്കാനും, അതുപോലെ കൂടുതൽ അഴുക്കുള്ള തുണികൾ, കുറച്ച് സ്ട്രോങ് ആയിട്ട് അലക്കേണ്ട കൂടുതൽ അഴുക്കുള്ള തുണികൾ, ഇതിന് നമുക്ക് ഈ ജീൻസ് അല്ലെങ്കിൽ സ്ട്രോങ്ങിലുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. പിന്നെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മിഷൻ ലോഡിൻ്റെ മാക്സിമം ഒന്നും ഇതിനകത്ത് ഇടാൻ പാടില്ല. ഇപ്പോൾ 6 കിലോയുടെ മിഷൻ ഒരു 4 കിലോ താഴേക്ക് ഇടാവുള്ളൂ. ഈ കട്ടി കൂടിയ തുണിയോട് എന്തെങ്കിലും ഒരു സൈഡിലേക്ക് വന്നിട്ട് അത് ബാലൻസിങ് എറർ വരാനും ഡ്രമ്മിന് സൈഡിൽ ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശരിക്കും സൈഡിലൊക്കെ ചുറ്റിച്ചേന് ഇട്ട് കൊടുക്കുക, ഓവർലോഡ് അതുപോലെ കൊടുക്കാതിരിക്കുക. ഇതാണ് ഈ ഒരു ഓപ്ഷനകത്ത് ശ്രദ്ധിക്കേണ്ടത്. 4 കഴിഞ്ഞ് ഇനി 5ാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രീ വാഷ് പ്ലസ് നോർമൽ എന്നുള്ള ഓപ്ഷനാണ്. ഇത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5 പ്രാവശ്യം പ്രോഗ്രാം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പോൾ പ്രീ വാഷ് പ്ലസ് നോർമൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ആയിട്ടുണ്ട്. ഈ ഓപ്ഷൻ വരുന്നത് സാധാരണ നമ്മൾ മുന്നേ നോർമൽ എന്നുള്ള ഓപ്ഷൻ പറഞ്ഞു, സെയിം പ്രോഗ്രാം തന്നെ അതിൻ്റെ കൂടെ പ്രീ വാഷ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ വരും. ഈ പ്രീ വാഷ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു വാഷിന് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു വാഷ് വരുന്നുണ്ട്. ആ വാഷ് വരുന്നത് മൊത്തം ഒരു 8 മിനിറ്റോളം വരും. ആദ്യത്തെ 2 മിനിറ്റ് വാഷ് ചെയ്യും, പിന്നെ 2 മിനിറ്റ് സോക്ക് ചെയ്യും, പിന്നെ 2 മിനിറ്റ് വാഷ് ചെയ്യും, പിന്നെ 2 മിനിറ്റ് സോക്ക് ചെയ്യും. ഇങ്ങനൊരു വാഷിന് മുമ്പ് ചെറിയൊരു അഡീഷണൽ വാഷ് കൂടെ വരുന്നുണ്ട്. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് അക്വാ റിസർവ് എന്നുള്ള ഓപ്ഷനാണ്. ഇത് 6ാമത്തെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 6 പ്രാവശ്യം പ്രോഗ്രാം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പവർ ഓൺ ചെയ്ത് 6 പ്രാവശ്യം പ്രസ് ചെയ്ത് ഈ പ്രോഗ്രാം സെലക്ട് ചെയ്ത ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 6 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേ 6 എന്നുള്ള നമ്പർ കാണിച്ചു. ഇപ്പോൾ അക്വാ റിസർവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ആയിട്ടുണ്ട്. ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ലാസ്റ്റ് വാഷ് സൈക്കിളിൽ ഉപയോഗിച്ച വെള്ളം മെഷീനകത്തിന് സ്റ്റോർ ചെയ്ത് നമുക്ക് അടുത്ത വാഷിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം വെള്ളം കീപ്പ് ചെയ്യരുത്, ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് മെഷീനകത്ത് സ്പിന്നാവില്ല, തുണി സ്പിന്നാവില്ല, ഉണക്കില്ല. ഇത്രയാണ് ഈ ഓപ്ഷനകത്ത് വരുന്നത്. ഇനി 7ാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ റിൻസ് പ്ലസ് എന്നുള്ള ഓപ്ഷനാണ്. അത് നമ്മൾ 7 പ്രാവശ്യം പ്രോഗ്രാം ബട്ടൺ പ്രസ് ചെയ്താൽ അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ റിൻസ് പ്ലസ് എന്നുള്ള പ്രോഗ്രാം വരുന്നത് നമുക്ക് അഡീഷണൽ ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ ഈ റിൻസ് പ്ലസ് എന്നുള്ള പ്രോഗ്രാം കൊടുക്കാം. സാധാരണ ഒരു പ്രാവശ്യം അലക്കി
ഒരു പ്രാവശ്യം, അത് ഓരോ പ്രോഗ്രാം വെച്ചിട്ട് ഒരു പ്രാവശ്യമാണ് യൂരിപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റിൻസ് പ്ലസ് കൊടുത്താൽ അത് 2 പ്രാവശ്യമാക്കും. അതായത് അഡീഷണൽ ഒരു റിൻസും കൂടെ നമുക്ക് കിട്ടും. ഇത് 8ാമത്തെ പ്രോഗ്രാം. 8ാമത്തെ പ്രോഗ്രാം ടബ് ക്ലീൻ ആണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 8 പ്രാവശ്യം പ്രോഗ്രാം ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഡിജിറ്റൽ 8 എന്നുള്ള നമ്പർ അവിടെ ഇത് കാണിച്ചു. ഇത് നമുക്ക് അകത്ത് കാണുന്ന ഡ്രമ്മ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഡ്രമ്മിൻ്റെ ഉൾവശം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, അവിടെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കിത് ഓരോ 30 പ്രാവശ്യം കഴിയുമ്പോൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെള്ള ആവശ്യമില്ല. ടബ് ക്ലീനിൻ്റെ പൗഡർ കിട്ടും, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി സോപ്പ് പൗഡർ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ സോപ്പ് പൗഡർ നമ്മൾ ആ ട്രെയിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ടബ് ക്ലീൻ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം സമയം എടുക്കും. മെഷീൻ ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് തന്നെ ഓഫ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രോഗ്രാംസും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാം സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ പവർ ഓൺ ചെയ്യണം. നമുക്ക് ഏത് പ്രോഗ്രാമാണോ വേണ്ടത് പ്രോഗ്രാം ബട്ടൺ പ്രസ് ചെയ്ത് ആ നമ്പറിലേക്ക് കൊണ്ടുവരണം. ക്വിക്ക് വാഷ് ആണെങ്കിൽ ഇപ്പോൾ 3 സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം എന്നുള്ള ഓപ്ഷൻ നമ്മൾ മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി തൊട്ടടുത്തത് പ്രോസസ്സ് എന്നുള്ള ഓപ്ഷനാണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് പ്രോഗ്രാമിന് തൊട്ടടുത്തായിട്ട് പ്രോസസ്സ് എഴുതിയൊരു കീ കാണാം. തൊട്ട് മുകളിലായിട്ട് 3 പ്രോസസ്സാണ് നമുക്കിത് വരുന്നത്. 3 എഴുതിയതായിട്ടും കാണാം. അതിൻ്റെ 3 നേരെയുള്ള ലൈറ്റുകൾ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇപ്പോൾ നമുക്ക് ഫുൾ ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, അലക്കി ഒരു പിഴിഞ്ഞ് ഉണക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇതിൽ ചെയ്യേണ്ട കാര്യമില്ല. 3 ഓൾറെഡി സെലക്റ്റഡ് ആണ്. അതുപോലെ മാനുവലി നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് എന്നുള്ള ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ സ്പിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ആയി. ഈ സ്പിൻ എന്ന് പറയുന്നത് നമുക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഓപ്ഷനാണ്. അത് പുറത്ത് അലക്കി ഒരു പിഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ തുണി ഒന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് സ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അലക്കണ്ട ഉരുപ്പിഴി ഒന്നും വേണ്ട, ഉണക്കിയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ പവർ ഓൺ ചെയ്ത് ഈ പ്രോസസ്സ് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഇനി അത് തന്നെ 2 പ്രാവശ്യം പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ റിൻസും സ്പിന്നും സെലക്ട് ആയി. അതായത് ഒന്ന് ഊരിപ്പിഴിഞ്ഞ് ഉണക്കിയെടുക്കാൻ, പുറത്ത് അലക്കിയ തുണി ഇതിൽ ഊരിപ്പിഴിഞ്ഞ് ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ, നൂലമ്പി ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും പ്രസ് ചെയ്താൽ റിൻസ് മാത്രമായി. അതായത് നമുക്ക് അലക്കുകയും വേണ്ട ഉണക്കുകയും വേണ്ട, ഒന്ന് ഊരിപ്പിഴിഞ്ഞെടുത്താൽ മതി മാത്രം ഉണ്ടെങ്കിൽ ഈ റിൻസ് മാത്രം കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് നോക്കിയാൽ കാണാം, ആ റിൻസിൻ്റെ നേരെയുള്ള ലൈറ്റ് മാത്രമേ തെളിയുന്നുള്ളൂ, ബാക്കി 2 ലൈറ്റും ഓഫാണ്. വീണ്ടും പ്രസ് ചെയ്താൽ വാഷ് പ്ലസ് റിൻസ് സെലക്ട് ആയി. അതായത് നമുക്ക് അലക്കി ഊരിപ്പിഴിഞ്ഞാൽ മതി, ഉണക്കണ്ടെന്നുണ്ടെങ്കിൽ. അതായത് പെട്ടെന്ന് ഡാമേജ് ആകുന്ന തുണിയൊന്നും സ്പിൻ ചെയ്യാത്ത തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തുണി അത്യാവശ്യം വെള്ളത്തോടുകൂടി ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ പുറത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഉണക്കിയെടുക്കേണ്ടി വരും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ വാഷ് മാത്രമാണ്. നമുക്ക് പിന്നെ അലക്കിയാൽ മാത്രം മതി, ഉരിപ്പിഴ ഉണക്കൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും മെഷീനകത്ത് ഫുള്ള് വെള്ളം ഉണ്ടാവും. നമ്മൾ സെപ്പറേറ്റ് സ്പിൻ സെലക്ട് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് കളയേണ്ടി വരും തുണി എടുത്ത ശേഷം. അപ്പോൾ പ്രോസസ്സ് എന്നുള്ള ബട്ടൺ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. തൊട്ടടുത്ത ബട്ടൺ വാട്ടർ ലെവലാണ്. ഇവിടെ 1 മുതൽ 8 വരെ വാട്ടർ ലെവൽ എഴുതി വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ സാധാരണ രീതിയിൽ നോർമലി നമ്മൾ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യും, അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ലെവൽ സെറ്റ് ചെയ്തോളും. അതല്ല നമുക്ക് മാനുവലി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ ഓൺ ചെയ്ത ശേഷം ഈ വാട്ടർ ലെവൽ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്പർ എഴുതി കാണിക്കും എത്ര ലെവൽ വരെയാണ് വേണ്ടതുള്ളത്. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് സെറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, അതിപ്പം തുണിയുടെ അളവനുസരിച്ച് എപ്പോഴും ഓട്ടോമാറ്റിക് എടുക്കുന്നതാണ് ബെറ്റർ. അതല്ല മെഷീൻ എടുക്കുന്നത് കൂടുതൽ കുറവാന്നൊക്കെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മാനുവലി സെറ്റ് ചെയ്തിട്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അതുപോലെ വെള്ളത്തിന് അളവ് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ടൈം കാണിക്കും. നമ്മൾ മുമ്പ് ഓട്ടോ പ്രോഗ്രാം കാണിച്ച ടൈം ആയിരിക്കില്ല. ഇത് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ടൈം കൂടുകയും കുറയുന്നതനുസരിച്ച് ടൈം കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മോഡലിനകത്ത് ഇത്രയും ഓപ്ഷൻസാണ് വരുന്നത്. ഏകദേശം എല്ലാം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെഷീനകത്ത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യേണ്ട കുറച്ച് ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്, എന്തിനു വേണ്ടി ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ലിങ്ക് ഫിൽറ്റർ ഡ്രം തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സൈഡിലായിട്ട് ഒരു ബ്ലൂ കളർ ഫിൽറ്റർ കാണാം. അത് അയക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ മേലായിട്ട് വെള്ളിൽ നോക്കുമ്പോൾ അത് അകത്തോട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഉരുപ്പോരും. അതിനുശേഷം അതിനകത്തൊരു ചെറിയൊരു അടപ്പ് പോലെ ഉണ്ട്, അത് മേലോട്ട് പൊക്കിയിൽ തുറക്കാൻ പറ്റും. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്താണ് അലക്കുന്ന വെള്ളത്തിലായിരുന്നു നൂലിൻ്റെ പൊടികളും മറ്റു പൊടികളൊക്കെ ഒന്ന് അടിച്ച് കിടക്കുന്നത്. ഇതൊരു ബ്രഷ് കളറിനടുത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യേണ്ടത്
ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും വീട് അറിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വാഷ് കഴിയുമ്പോൾ ചെയ്ത് കൊടുക്കുക. തിരിച്ചിടുന്നത് ഇതുപോലെയാണ്. വാഷ് ആദ്യം കയറ്റിയിടാം, ലോക്ക് കയറ്റിയിടാം, പിന്നെ മേളത്തെ ലോക്ക് ഇതുവരെ കറക്റ്റ് വെച്ചിട്ട് അകത്തോട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ടിക് സൗണ്ട് കേൾക്കാൻ നോക്കായിട്ടുണ്ടോ നോക്കണം. ശേഷം വേണമെന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് വലിച്ച് നോക്കാം. കാരണം അത് ലോക്കായിട്ടുള്ളത് മെഷീൻ കറങ്ങുന്ന സമയത്ത് അങ്ങനെ വീണാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് ലോക്കായിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ആക്കണം. ഒരു ലിൻഡ് ഫിൽറ്റർ എന്തിനാണെന്നും അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ അടുത്തത് ഇല്ലത് ഫിൽറ്ററാണ്. നമ്മൾ വെള്ളം കണക്ട് ചെയ്യുന്ന ഹൗസിൻ്റെ കണക്ട് ഉണ്ടായിരുന്നത് തിരിച്ച് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ വാലിനകത്തായിട്ട് വലിയ നീല കളർ ചെറിയ ഫിൽറ്ററാണ്. അതിനൊരു ഹാൻഡിൽ ഉണ്ട്. അത് പിടിച്ച് പുറത്തോട്ട് വലിച്ചിട്ടാണ് ഊരിയെടുക്കുന്നത്. ഇത് നല്ല ടൈറ്റാണ് ഊരിയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയർ ആണെങ്കിൽ എടുത്തിട്ട് ഹാൻഡിൽ തന്നെ പിടിച്ച് പുറത്തോട്ട് വലിച്ചാൽ മതി. അങ്ങനെ അത് ഊരിയെടുക്കാൻ പറ്റും. നമുക്ക് നോക്കിയാൽ കാണാം ആ ഫിൽറ്ററിനകത്ത് നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. വെള്ളത്തിനകത്ത് വരുന്ന അഴുക്കുകൾ പൊടി പാഴൊക്കെ ഇതിനകത്ത് ഇവിടെ നടുങ്ങി കിടക്കും. ഇത് അടങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൊടുക്കുക. അങ്ങനെ വെള്ളത്തിൽ ഇത്രത്തോളം പൊടികളൊക്കെ നോക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇത് അടങ്ങി പോയി കഴിഞ്ഞാൽ മെഷീനകത്തോട്ട് വീഴുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ സമയം കൂടുതലായിട്ട് എടുക്കും. അതുപോലെ പൈപ്പ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അടങ്ങി പോയത്. അതുകൊണ്ട് ഇത് എപ്പോഴും ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യാം. ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫിൽറ്റർ റീഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞ് ഹാൻഡിൽ പിടിച്ചിട്ട് നോക്കുക. എന്നാൽ നമ്മൾ അറിയാതെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആയിരിക്കും ആ ഫിൽറ്റർ ഊരിയെടുക്കാൻ കഴിയില്ല അവിടെ. അപ്പോൾ ആ ഒരു ചെറിയൊരു ഫിൽറ്റർ നോക്കി കാണാൻ ചെറിയ നല്ലൊരു ഭാഗമുണ്ട്. അതെപ്പോഴും പുറത്തോട്ടായിട്ട് തന്നെ നിൽക്കണം. ആ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹോസ് അതിൻ്റെ മുകളിലേക്ക് ട്രെൻഡ് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ റോഡ് ചെറുതിരുന്നത് വെള്ളം വീട്ടാവും. കറക്റ്റായിട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയൊരു ക്ലീനിങ് എന്ന് പറയുന്നത് പിന്നെ ടബ് ക്ലീനിങ് ആണ്. അതിൽ നിന്ന് മുമ്പ് പ്രോഗ്രാമിനുള്ള ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. പ്രോഗ്രാമിനകത്ത് ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് ടബ് ക്ലീനിൽ കാണാം. ഇത് നമ്മൾ ഓരോ 30 വാഷ് കഴിയുമ്പോഴാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഡ്രമ്മിൻ്റെ ഉള്ളു വശം നമ്മൾ കാണാത്ത വശത്തേക്ക് അതിൽ നടക്കുന്ന ചടിയും മറ്റ് സോപ്പിൻ്റെ അഴുക്കളും കാര്യങ്ങളൊക്കെ നമുക്കത് കഴുകിക്കളയുന്നില്ല. അപ്പോൾ ഈ ടബ് വാഷ് ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ മെഷീനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാമെന്ന വിശ്വാസത്തോടെ